ശുഭനാർ വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. എന്നെ കാണുന്നതിൽ ഭൂരിഭാഗം, അതായത് ഒരു 50% ആൾക്കാർ മാത്രമാണ് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. എനിക്ക് കൂടുതലും ആൾക്കാർ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ട് നിങ്ങൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യുന്നതും സുന്ദരികളായിട്ട് നടക്കുന്നതും അല്ലേ. എത്ര പേരുണ്ട് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത്. എൻ്റെ തൈരിൻ്റെ വീഡിയോ ഒക്കെ 1M ആകാൻ പോവുകയാണ്. എന്നിട്ട് പോലും അതിൻ്റെ ഒരു പകുതിയുടെ ഒരു കാൽ ഭാഗം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമോ? കഷ്ടമുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും, നിങ്ങൾക്കൊക്കെ നല്ല നല്ല വീഡിയോസും നല്ല നല്ല കാര്യങ്ങളും നല്ല സൂപ്പർ ഒരു ഓയിലും, ഈ ഓയിലിൻ്റെ ഗുണം ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഇത്രയും നല്ല ഒരു ഓയിൽ ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ മുന്നിൽ തരുന്നുണ്ട്. ഞാൻ ഇത്രയൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടും നിങ്ങൾ എന്താണ് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ ഇരുന്ന് കാണുന്നത്? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. നമ്മുടെ യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്കറിയാൻ പറ്റും നമ്മൾ എത്ര പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെന്നും. നമ്മൾക്കൊരു എന്നെ കാണുന്നതിലൊരു 50% ആൾക്കാരാണ് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. എന്തൊരു കഷ്ടമാണ്. ഞാൻ എന്നും എൻ്റെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ പറയും, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന്. ഒരു 100K എങ്കിലും ആയാലും. ഇപ്പം ഇത്രയും നാളായില്ല ഞാൻ ചാനൽ തുടങ്ങിയിട്ട്. എൻ്റെ തൈരിൻ്റെ വീഡിയോ ആണ് വൈറലായത്. എൻ്റെ തൈരിൻ്റെ വീഡിയോയിൽ കൂടെയാണ് നിങ്ങളെല്ലാവരും എന്നെ അറിയാൻ തുടങ്ങിയത്. ശുഭ നായർ വ്ലോഗിനെ നിങ്ങൾ കണ്ടതും, ശുഭയെ നിങ്ങൾ ഇതുപോലെ വിളിക്കുന്നതും സംസാരിക്കുന്നതും സ്നേഹം അറിയിക്കുന്നതും നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് അറിയിക്കുന്നതും ഒക്കെ. പക്ഷേ എന്നിരുന്നാൽ കൂടി എനിക്ക് കുറേ ആൾക്കാർ നമ്മളെ സ്നേഹം ആയിട്ട് നമ്മളെ വിളിക്കുകയും പറയുകയും എല്ലാം വാട്സപ്പിൽ എനിക്ക് തരികയും ചെയ്യുന്ന ആൾക്കാർ, കൂടുതൽ ആൾക്കാർ മൗനമായിട്ടിരുന്ന് കണ്ടിട്ട് ഒരു ലൈക്ക് കൂടി തരാതെ പോകുന്ന ആൾക്കാരാണ് കൂടുതലും ആൾക്കാരും. ഇപ്പം നിങ്ങൾ കാണുന്നവർക്ക് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആണെങ്കിൽ 80K ആയിട്ട് ഒരുപാട് സ്ലോയിലാണ് 81K ആയത് ഈ കഴിഞ്ഞ ദിവസം. അതായത് എന്തിനാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഇത്ര മടി കാണിക്കുന്നത്? എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനി സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യത്തിനെ പറ്റി പറഞ്ഞ് നീട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയുമോ? ഒരു 60നും 65നും ഇടയിലുള്ള കുറേ അമ്മമാർ, ഫീമെയിലാണ് കൂടുതൽ കേട്ടോ, മെയിൽ കുറവാണ്. എൻ്റെ അടുത്ത് വന്നിട്ട്, ശുഭ ഇപ്പോൾ നമ്മുടെ ഈ സീസണിൽ നമ്മൾക്ക് ഈ ഓയിൽ തേക്കാമോ? നമ്മുടെ ഒരു 60-65 എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ ഫേസിൽ കുറേയൊക്കെ മാറ്റങ്ങൾ വരാൻ തുടങ്ങും അല്ലേ. നമുക്ക് ഫസ്റ്റ് തന്നെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നത് നമ്മുടെ ഫേസിലാകട്ടോ. നമുക്ക് പ്രായമായി ഓരോ വർഷം ചെല്ലുന്തോറും നമുക്ക് പ്രായമേറി വരുന്നതിൻ്റെ ഫസ്റ്റ് നമുക്കറിയാൻ പറ്റുന്നത് നമ്മുടെ ഫേസിൽ തന്നെയാണ്. നെറ്റിയിലൊക്കെ വരകൾ വീഴും, കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ ലൈൻസ് വരും, ചുണ്ടിൻ്റെ ഇവിടെ എല്ലാം ഇങ്ങനെ ഫൈൻ ലൈൻസ് വരും, എല്ലായിടത്തും അങ്ങനെയൊക്കെ ലൈൻ വരും. പിന്നെ സാഗിങ് വരും. അതായത് ഇവിടെയൊക്കെ ഇങ്ങനെ തൂങ്ങും, ഇവിടെയൊക്കെ ഇങ്ങനെ തൂങ്ങി വരും. അതുകൊണ്ടാണ് നമ്മൾ ഓയിലിട്ട് മസാജ് ഒരു മസ്റ്റായിട്ട് നമ്മൾ പറയുന്നത്. എൻ്റെ ഈ ഓയിലെന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഇ ഓയിലും തേങ്ങാൻ്റെ വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തേങ്ങയുടെ വില കൂടി വരുവാണ്. അതായത് ഇപ്പോൾ ഒരു 5 മാസം 5 ആയുള്ളൂ. ഞാൻ ഡിസംബറിലാണ് 50 രൂപ കൂട്ടിയത്. ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഫെബ്രുവരി അതല്ലേ ഉള്ളൂ അല്ലേ, മാർച്ച് ഏപ്രിൽ പോവുക. അപ്പോൾ അതിന് മുന്നേ ഓയിലിൻ്റെ വില ഇങ്ങനെ, തേങ്ങയുടെ വില കൂടാൻ തുടങ്ങി. എങ്കിലും ഞാൻ നിങ്ങളുടെ മുന്നിൽ അത് എത്തിക്കുമ്പോൾ അത് നമ്മൾ തയ്യാറാക്കി പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ മുന്നിൽ അത് എത്തിക്കുന്നത് ഒരുപാട് ജനങ്ങൾക്ക് ഇത് ഗുണമായിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഒരുപാട് ജനങ്ങൾ ഓയിൽ കൊണ്ടുപോയവർ തന്നെ പിന്നെയും വാങ്ങിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഒന്നും ചോദിക്കാതെ തന്നെ നമുക്ക് ഓയിൽ 5 വേണം, 10. പിന്നെ എൻ്റെ ഈ ഒരു ഓയിൽ ഒരുപാട് രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. വെളിയിൽ നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്, ഗൾഫ് രാജ്യങ്ങളിലേക്ക് നമുക്ക് കൊറിയറില്ല. അത് നേരിട്ടല്ല ഗൾഫ് രാജ്യങ്ങളിലേക്ക്, അവിടുന്ന് വരുന്നവരുടെ കയ്യിലും ഇവിടുന്ന് പോകുന്നവരുടെ കയ്യിലും നന്നായിട്ട് ഹസ്ബൻഡ് പാക്ക് ചെയ്ത് കൊടുത്തു വിടും. അതായത് ഇപ്പം 10 വേണം, 15 വേണം, അല്ലെങ്കിൽ 1 ലിറ്റർ വേണം, 5 ലിറ്റർ വേണം എന്നൊക്കെ പറയുമ്പോൾ അതിന് പ്രത്യേകം കുപ്പിയിലാക്കി നമ്മൾ നന്നായിട്ട് അത് പാക്ക് ചെയ്ത്, അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഹസ്ബൻഡ് ഇവിടെ വരും. എന്നിട്ട് അതെനിക്ക് എല്ലാം നന്നായിട്ട് നല്ല പാക്കിംഗ് ആണെന്നും പറഞ്ഞ് ഒരുപാട് പേര് അതിൻ്റെ റിപ്ലൈയും വരാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും നിങ്ങൾ പേടിക്കേണ്ട. ഇപ്പം ഇസ്രയേലിലേക്കാണെങ്കിലും UK-യിലോട്ടാണെങ്കിലും എവിടെ, അബുദാബി, ദുബായ് ഒക്കെ നമ്മുടെ ഓയിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം അത് ആരുടെ കയ്യിലാണോ നിങ്ങൾക്ക് കൊടുത്തു വിടേണ്ടത് അവരുടെ കയ്യിൽ നല്ല സുരക്ഷിതമായിട്ട് നന്നായിട്ട് പാക്ക് ചെയ്ത് നമ്മൾ കൊടുത്തു
വിടുന്നതായിരിക്കും. അതൊന്നും നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഈ ഓയിൽ ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇന്നിപ്പോൾ ഞാൻ കുറേ ദിവസമായി ഓയിലിനെ പറ്റി സംസാരിച്ചിട്ട് നിങ്ങളുടെ അടുത്ത്. കാരണം ഇപ്പം കുറേ ആൾക്കാർക്കൊക്കെ ഇപ്പം ഒരാൾ പറഞ്ഞതാണ്, എൻ്റെ ഫ്രണ്ട് പറഞ്ഞതാണ്, അല്ലെങ്കിൽ എൻ്റെ അമ്മ പറഞ്ഞതാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കുട്ടികളൊക്കെ ഇപ്പോൾ വരാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ അങ്ങ് പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഓയിലിനെ പറ്റി. അങ്ങനെ ഒരു എന്താ പറയുന്നത്, നമ്മൾ പറഞ്ഞ് അറിയുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കുറച്ചത്. പിന്നെ ഇപ്പം ഞാൻ എന്തിനാണ് ഇന്ന് വീഡിയോ ആയിട്ട് വന്നതെന്ന് വെച്ചാൽ, 60നും 65നും ഇടയ്ക്കുള്ള ഒരുപാട് പേര് ചുളിവുകൾ വരാൻ തുടങ്ങി, ഫൈൻ ലൈൻ വരാൻ തുടങ്ങി. ചിരിക്കുമ്പോൾ നമുക്ക് ലാഫിങ് ലൈൻ ഇല്ല ഇവിടെ, ഇങ്ങനെ നമ്മൾ എപ്പോഴും ചിരിച്ചിട്ട് ഇങ്ങനെ ലൈൻ വരും. പിന്നെ കണ്ണിൻ്റെ അവിടെ നമ്മൾ കണ്ണിങ്ങനെ ചെറിയിച്ച് നോക്കുക, കണ്ണിട്ട് ഓരോ എക്സ്പ്രഷൻ കാണിക്കുന്ന അനുസരിച്ചാണ് കണ്ണിൻ്റെ അടിയിൽ ലൈൻസ് വരുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കത്തില്ല. പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ നെറ്റി ഇങ്ങനെ ചുളിക്കുകയൊക്കെ ചിലർ സംസാരിക്കത്തില്ല, അങ്ങനെയാണ് വരകൾ വീഴുന്നത്. അപ്പോൾ ഒരുപാട് എക്സ്പ്രഷനുണ്ട്. പ്രായം മുന്നോട്ട് ചെല്ലുന്തോറും നമ്മൾ കൂടുതൽ എക്സ്പ്രഷൻ കാണിക്കാതെ മയത്തി സംസാരിക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുന്ന കാര്യം ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട്. അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കണം. നമ്മളെപ്പോഴും വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചാൽ മാത്രമേ നമ്മുടെ സ്കിന്ന് നല്ല നറിഷ്മെൻ്റ് ആയിട്ടിരിക്കത്തുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ എത്ര പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾ എത്ര പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ശുഭേ ഓയിൽ തേച്ചിപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആണ് വെളിയിലോട്ട് ഇറങ്ങാനായിട്ട്. എൻ്റെ മുഖം അങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ആയിരുന്നു, എൻ്റെ മുഖത്ത് ഇങ്ങനെ ഒരുപാട് കറുത്ത പാടുണ്ടായിരുന്നു, കറുത്ത കുത്തുകളുണ്ട്, കറുത്ത പാടുകളുണ്ട്, ഭയങ്കര ഡ്രൈനെസ് ആയിരുന്നു. നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം കൊണ്ട് വെളിയിൽ പോലും റിട്ടയർഡായ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വെളിയിലോട്ട് പോലും ഇറങ്ങാനായിട്ട് നമുക്കൊരു മടിയായിരുന്നു. ഒരു ഫംഗ്ഷൻ വന്നാൽ പോകാൻ മടിയായിരുന്നു. ഇപ്പോൾ ശുഭയുടെ ഓയിൽ, ശുഭ എന്നും പറഞ്ഞ് ഒരുപാട് പേര് എന്നെ സ്നേഹം കൊണ്ട് മൂടുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഓയിലിൻ്റെ കാര്യം പറഞ്ഞ് ശുഭയുടെ ഓയിൽ തേച്ചിട്ട് ഞങ്ങൾക്ക് നല്ല കളറ് വന്നു, മുഖത്തെ ഡ്രൈനെസ് മാറി, മുഖത്തെ ചുളിവുകൾ മാറി. മഞ്ചിഷ്ട എന്ന് പറഞ്ഞ ഒരു സാധനം കൂടുതൽ നമ്മൾ ഓയിലിനകത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ ഫേസിലെ ചുളിവുകൾ മാറ്റാൻ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മുടെ പറയുന്നുണ്ടല്ലോ. ഞാൻ എന്നും എൻ്റെ മുഖത്ത് എപ്പോഴും നിങ്ങളെ കുപ്പി പൊട്ടിച്ച് തേച്ച് നിങ്ങളെ കാണിക്കുന്നുണ്ടല്ലോ. ഇന്നിപ്പോൾ ഞാൻ തേച്ച് കാണിക്കുന്നില്ല, കാരണം ഞാൻ ഇപ്പോഴാണ് കുളി കഴിഞ്ഞത്. അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ രാവിലെ ഞാൻ 9 മണിക്ക് മുമ്പ് കുളി കഴിയുന്ന ഞാനാണ്. ഇന്ന് പക്ഷേ എനിക്ക് പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് വിളിച്ച്. ഇനിയിപ്പം സമയം 5:30 ആയി. ഇനിയിപ്പോൾ ഓയിൽ തേച്ചാൽ രാവിലെ ഞാൻ തേക്കും. ഇന്ന് പക്ഷേ ഞാൻ ഓയിൽ തേച്ചത് ഇപ്പം കുളിക്കുന്നതിന് മുന്നേ കേട്ടോ. 2 മണിയൊക്കെ ആയപ്പോൾ വെയിൽ കുറച്ച് താന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഓയിൽ തേച്ചു. പിന്നെ ഞാൻ ഒരു 3 മണിയൊക്കെ 3:30 ആയപ്പോഴാണ് കുളിച്ചത്. അപ്പോൾ അത്രയും സമയം വെച്ചുകൊണ്ടിരിക്കാവോ എന്ന് ചോദിക്കും. വെച്ചുകൊണ്ടിരിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ വെയിലത്തോട്ട് ഇറങ്ങരുത്. നമ്മൾ ഓയിൽ തേച്ചിട്ട് വെയിലത്തോട്ട് ഇറങ്ങരുത് കേട്ടോ. അപ്പം ഓയിൽ തേച്ചിട്ട് നമുക്ക് വീടിനകത്തോട്ട് നടന്ന ജോലികളൊക്കെ ചെയ്യാൻ വേണേൽ കുറച്ച് കിടന്ന് ഉറങ്ങാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഓയിൽ തേച്ചിട്ട് വെയിലത്തോട്ട് ഇറങ്ങരുത്. പിന്നെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ശുഭ സോപ്പ് തേക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞങ്ങൾക്ക് പയറുപൊടി കടലമാവൊന്നും ഇല്ല. അങ്ങനെ പറയുന്നവർക്ക് നമുക്ക് കെമിക്കൽ കുറവുള്ള സോപ്പുകൾ, അതായത് ഗ്ലിസറിൻ അടങ്ങിയ സോപ്പുകൾ, പിയേഴ്സ്, ഡവ് പോലെയൊക്കെയുള്ള സോപ്പുകൾ മുഖത്ത് വേണം തേക്കാം കേട്ടോ. പിന്നെ ചിലരുടെയൊക്കെ സംശയം, നമ്മൾ കൊറിയർ ഓഫീസിൽ നിങ്ങൾ അഡ്രസ്സും പേയ്മെൻ്റ് എല്ലാം ചെയ്താൽ നിങ്ങൾ എത്ര ദിവസം കൊണ്ട് അത് വരും എന്നുള്ള കാര്യം. അത് നമുക്ക് എങ്ങനെ പോലും ഒരു 5 ദിവസത്തിനകം നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഒരു 5 ദിവസത്തിനകം നിങ്ങൾ ഓർഡർ ചെയ്ത സാധനം കൈ കിട്ടിയില്ല എങ്കിൽ എൻ്റെ അടുത്ത് വാട്സപ്പിൽ പറയാൻ മറക്കരുത് കേട്ടോ. ഇത് കണ്ടോ, വാട്സപ്പിൽ ഈ ഓയിലിൻ്റെ എൻ്റെ ഈ ഒരു ഫോണിലാണ്, ഇതിപ്പോൾ നമ്മുടെ പുതിയ ഫോണിലാണ് സംസാരിക്കുന്നത്. എൻ്റെ ഈ ഒരു ഇതിലാണ് നമ്മൾ ഫുള്ള് നിങ്ങളുടെ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ മാത്രമായി. ഇത് കണ്ടോ, എനിക്ക് ഒരുപാട് ഓയിലിൻ്റെ, പിന്നെ പഴയ ആൾക്കാർ, പുതിയ ആൾക്കാർ, ഇങ്ങനെ വാട്സപ്പ് നിറഞ്ഞ് കിടക്കുക കേട്ടോ. ഒരുപാട് ഇങ്ങനെ അങ്ങ് കിടക്കുക. അപ്പോൾ നിങ്ങൾ മുൻപ് വാങ്ങിച്ചിട്ടുള്ളവർ ദയവ് ചെയ്ത് അഡ്രസ്സ് വീണ്ടും തരണ്ട. അഡ്രസ്സ് അവിടെ പഴയത് കിടപ്പുണ്ടല്ലോ, വീണ്ടും പിന്നെ അഡ്രസ്സ് അങ്ങനെ തരുമ്പോഴാണ് നമുക്ക് പിന്നെയും ഒരു ഇതാകും. അപ്പോൾ അഡ്രസ്സ് പഴയത് ഉള്ളവരാരും പുതുതായിട്ട് അഡ്രസ്സിന് തരണ്ട കേട്ടോ. അപ്പോൾ ഞാനത് ചിലരടുത്ത് പറയും കേട്ടോ, ഗൂഗിൾ പേയിൽ ക്യാഷ് ഇട്ടിട്ട് അഡ്രസ്സ് തരേണ്ട, അഡ്രസ്സ് ഉണ്ടെന്ന് ഞാൻ പറയാറുണ്ട്. പിന്നെ അതൊക്കെ പോട്ടെ, അതൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു. പിന്നെ നമ്മൾ കുഞ്ഞു കുട്ടികളെ, ന്യൂബോൺ ബേബീസിനെ നമ്മുടെ ഓയിൽ തേപ്പിക്കുന്നുണ്ട്. ഒരുപാട് അമ്മമാർ തേപ്പിക്കുന്നുണ്ട്. അമ്മമാരും പ്രസവ സമയത്ത്, പ്രസവം കഴിഞ്ഞ് നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് ഇളത്തിയായിട്ടിരിക്കുന്ന ടൈമിൽ നമ്മുടെ ഓയിൽ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്യുക.
ചെയ്യുക. കാരണം പ്രഗ്നൻസി ഇത് നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞതാകട്ടോ, ഒരു ഉമാദേവി, പേര് പറഞ്ഞതിന് കുഴപ്പമില്ലല്ലോ, ഒരു ഉമാദേവി എന്ന് പറഞ്ഞ ഒരു കൊച്ച്, തിരുവല്ലയാണ് സ്ഥലം. അതിൻ്റെ കഴുത്തെ ഫുള്ള് പ്രഗ്നൻസി പീരീഡിൽ കഴുത്തയിലും തൊടയിലും ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. കഴുത്തെ ഫുള്ള് കറുപ്പ് വന്നു. അപ്പം പ്രഗ്നൻസി പീരീഡ് കഴിയുമ്പോൾ സാധാരണ ഹോർമോൺ ചേഞ്ചസിൽ കൂടെ വരുന്നതാണിത്. അപ്പോൾ പ്രഗ്നൻസി പീരീഡ് മിക്കവർക്കും, എനിക്കൊക്കെ നിറച്ച് കറുപ്പായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുളിക്കുന്ന നമ്മുടെ ഇതുണ്ടല്ലോ, എന്താ നമ്മൾ കുളിക്കുന്ന നാൽപ്പാമരാതി ഇട്ട് കുളിച്ച് കഴിയുമ്പോൾ അത് കുറേ അങ്ങ് മാറും കേട്ടോ. പക്ഷേ ഈ കുട്ടിക്ക് കഴുത്തെ ഫുള്ള് കറുപ്പ് അതുപോലെ നിൽക്കുമായിരുന്നു. അപ്പോൾ ആരോ പറഞ്ഞറിഞ്ഞാന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്നു, ചേച്ചി കുഞ്ഞിനെയും തേപ്പിക്കാവോ, കുഞ്ഞിനും വലിയ കളറൊന്നുമില്ല, അതുപോലെ എൻ്റെ കഴുത്തെ ഫുള്ള് കറുപ്പ് അതുപോലെ നിൽക്കുവാണ്, പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഇപ്പം 2 മാസമായി, എന്നിട്ടും കഴുത്തെ ഫുള്ള് കറുപ്പാണ് എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഓയിൽ വാങ്ങി തേച്ച്. അവരാണ് 2 ലിറ്റർ ഓയിലാണ് ആദ്യമേ തന്നെ ഓർഡർ ആക്കിയത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആരോ ഇവിടെ നമ്മുടെ തിരുനക്കര വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുമായിരുന്നു. അപ്പോൾ അത് കൊണ്ടുപോയി തേച്ചിട്ട് ഇപ്പോൾ 1.5 മാസമായി കൊണ്ടുപോയിട്ട്. എനിക്ക് ഇന്നലെ ഇന്നുമായിട്ട് ഒരുപാട് നന്ദി പറഞ്ഞുണ്ട്. ഇങ്ങനെ ശുഭചേച്ചി കഴുത്തിൻ്റെ ഫുള്ള് കറുപ്പ് മാറി, പിന്നെ കുഞ്ഞിനെ തേപ്പിക്കുന്നുണ്ട്, കുഞ്ഞിന് നല്ല കളർ കൂടി വരുന്നുണ്ട്. എനിക്ക് ഉറപ്പായിട്ടും അറിയാമായിരുന്നു ആ കഴുത്തേലെ കറുപ്പ് മാറിയിരിക്കും. എനിക്ക് ഉറപ്പായിട്ടും അറിയാമായിരുന്നു. ധൈര്യമായിട്ട് കൊണ്ടുപോകുമെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി എങ്ങനെയാണ് തേച്ചാൽ മാറുമോ, ഇത് ഡെലിവറി കഴിഞ്ഞിട്ടും പോകുന്നില്ല, ഇത് മാറുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇന്നലെ മുതലൊരു വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ ഇരിക്കുന്നതായിരുന്നു. ഈ ഒരു സങ്കടം ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അതായത് പ്രഗ്നൻസി പീരീഡ് കഴിഞ്ഞിട്ടും കഴുത്തിലുമൊക്കെ ഇങ്ങനെ നിറച്ച് കറുപ്പായിട്ട് ഉണ്ടെങ്കിൽ, നമ്മൾ നാൽപ്പാമരാതി ഇട്ടൊക്കെ കുളിക്കുമ്പോൾ കുറച്ചൊക്കെ പോകേണ്ടതാണ്. എങ്കിലും നമ്മുടെ ഓയിൽ തേച്ച്, ഞാൻ പറഞ്ഞത് രാവിലെ കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് നന്നായിട്ട് തേച്ച് ഒരു മണിക്കൂർ ഇരിക്കാനാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് പയറുപൊടി ഇട്ടിട്ട് കഴുകിക്കളയാനാ തന്നെയാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് അത് മാത്രമേ ചെയ്തുള്ളൂ. നന്നായിട്ട് കറുപ്പ് മാറി. ശുഭചേച്ചി താങ്ക് യു എന്നും പറഞ്ഞ് 100 താങ്ക് യു. അതിൻ്റെ അമ്മ സംസാരിച്ചു, ആ കൊച്ച് സംസാരിച്ചു, പിന്നെ കുഞ്ഞിനെയും തേപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കുഞ്ഞിന് നല്ല മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഓയിൽ ചില്ലറക്കാരനല്ല കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഗുണം. അപ്പോൾ ഞാൻ ഇന്നലെ മുതൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് ഓർത്ത് കേട്ടോ മനസ്സിൽ. പിന്നെ ഈ 65 60 വയസ്സായിട്ടുള്ള ചിലരുടെ സംശയങ്ങൾക്കും എല്ലാവർക്കും സംശയം തീർന്നെന്ന് കരുതുന്നു. പിന്നെ ലൈവിൽ എന്നും 9 മണിക്ക് നമ്മൾ ലൈവ് വരുന്നുണ്ട്. ഓയിലിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ലൈവ് വന്ന് ചോദിച്ചാൽ ഞാൻ അതിൻ്റെ ആൻസർ എല്ലാം പറയാം കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാൻ കുറേ വാട്സപ്പ് നോക്കിയിട്ടിരിക്കുവാണ്. അപ്പം കൂടുതലും ആൾക്കാർക്ക് നമ്മുടെ ഡ്രൈനസ് മാറുമോ എന്നുള്ള സംശയമാണ്. മേടിക്കാതിരിക്കുന്നവർക്ക് പൂർണ്ണമായിട്ടും ഡ്രൈനസ് മാറി നല്ല നോർമൽ സ്കിന്നാകും നമ്മുടെ സ്കിന്ന്. എനിക്കൊന്നും നല്ല ഒരു ഡ്രൈ ആയിരുന്നു കേട്ടോ. എൻ്റെ ഡ്രൈ സ്കിന്നാണ് കേട്ടോ. പക്ഷേ ഞാൻ നന്നായിട്ട് ഓയിൽ തേച്ച് മസാജ് ചെയ്യും. മുഖത്തും കയ്യിലും കഴുത്തേലും എല്ലാം നന്നായിട്ട് ഞാൻ മസാജ് ചെയ്യും. എന്നും നമ്മുടെ ഓയിൽ തേക്കും. എന്നും ഞാൻ ഓയിൽ തേച്ച് മസാജ് ചെയ്യുന്നതാണ് ഈ ഓയിലിൻ്റെ വീഡിയോ ഇടുമ്പോൾ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ഇന്ന് ഞാൻ ഇപ്പോൾ കുളിച്ചത് കൊണ്ടാണ്, വൈകുന്നേരം ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും നമ്മുടെ ആ പ്രഗ്നൻസി പീരീഡിലുള്ള കറുപ്പ് പൂർണ്ണമായിട്ടും മാറും കേട്ടോ. അതായത് നമ്മുടെ ഓയിൽ കറുപ്പിനെ മാറ്റാനുള്ളതാണ്, കരിമംഗല്യം മാറ്റാനുള്ളതാണ്, ബ്ലാക്ക് സ്പോട്ട്സ് ചുമന്ന എന്തോ ഇങ്ങനെ സ്കിന്നെ വരുന്നത് നമ്മുടെ മാറും, പാലുണ്ണി മാറും, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ. എസ്പെഷ്യലി നമ്മുടെ ഡ്രൈനസ് മാറും. നമ്മുടെ കൈയൊക്കെ നല്ല സോഫ്റ്റ് ആവും കേട്ടോ. കൈയും സോഫ്റ്റ് ആവും, മുഖവും സോഫ്റ്റ് ആവും, കഴുത്തും സോഫ്റ്റ് ആവും. എവിടെ തേക്കുന്നോ അവിടെ എല്ലാം നല്ല, കഴുത്തിൻ്റെ ബാക്കിലും ഒക്കെ നല്ല, ഈ ചിലരുടെ അതും ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ട്, അതിന് PCOD ഉള്ളതായിരുന്നു. അത് ബാക്കിലിങ്ങനെ വര പോലെ കറുപ്പായിരുന്നെന്ന് പറഞ്ഞു കേട്ടോ. അതിലൊരുപാട് മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും ധൈര്യപൂർവ്വം ആരും ഇതുപോലെ നിങ്ങൾ വാങ്ങിച്ച് തേച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അല്ലാതെ ഓരോരുത്തർ വാട്സപ്പിൽ വന്ന് ഇതെങ്ങനെയാണ് ശുഭചേച്ചി ഓയിലിനെ പറ്റി കേട്ടു, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ആവശ്യമേ ഇല്ല. ധൈര്യമായിട്ട് ഓയിൽ ഓർഡർ ചെയ്യാം. 9656 ഉള്ള ഈ നമ്പറിൽ തന്നെയാണ്, നമ്മുടെ വാട്സപ്പ് നമ്പറിൽ തന്നെയാണ് ഗൂഗിൾ പേ നമ്പരും. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ഓയിൽ ഓർഡർ ചെയ്തു. ഒരു 5 ദിവസത്തിനകം നിങ്ങളുടെ കയ്യിൽ എത്തിയിരിക്കും. 2ാം പൊക്കം മുതൽ കിട്ടും കേട്ടോ. നമ്മുടെ കേരളത്തിനകത്തൊക്കെ ആണെങ്കിൽ 2 ദിവസം ആകുമ്പോൾ തന്നെ നിങ്ങൾ ഓയിൽ നിങ്ങളുടെ കൈ കിട്ടും. ആർക്കെങ്കിലും കിട്ടാതെ വന്നാൽ എന്നെ വാട്സപ്പിൽ ബന്ധപ്പെടണം കേട്ടോ. അപ്പോൾ ഓയിലിൻ്റെ കാര്യം ഇത്രയൊക്കെ ഉള്ളൂ. ഒത്തിരി ദിവസമായില്ലേ ഓയിലിൻ്റെ കാര്യം. ഇന്നും കുറേ പേര് വന്നിട്ട് കൈ കിട്ടി കഴിയുമ്പം ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കണം. അപ്പോൾ ഞാൻ എല്ലാവരോടും വീഡിയോ പോയി നോക്കാനേ പറയത്തുള്ളൂ. എങ്കിലും ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ അങ്ങിട്ടേക്കാം. പിന്നെ 2 കാര്യങ്ങൾ എടുത്ത് പറയേണ്ടതുണ്ടായിരുന്നു. ഈ 60 വയസ്സ് 65 വയസ്സുള്ളവരുടെ കാര്യവും നമ്മുടെ പ്രഗ്നൻസി പീരീഡിലുള്ള കറുപ്പ് മാറും എന്നുള്ള കാര്യവും നിങ്ങളുടെ അടുത്ത് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വൈകിട്ട് 9 മണിക്ക് ലൈവ് വരാം കേട്ടോ. അപ്പോൾ വീഡിയോ നിർത്തട്ടെ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.